ഇപ്പം ജലദോഷത്തെ നമുക്കൊന്ന് ഇല്ലാതാക്കണമെങ്കിൽ പക്ഷെ സിമ്പിളായിട്ട് നമ്മുടെ ശരീരത്തിലൊരു മുദ്ര അപ്ലൈ ചെയ്താൽ മതി. 45 മിനിറ്റ് കൊണ്ട് ജലദോഷം പമ്പാടക്കും. ഇത് അഗ്നിയാണ്. അഗ്നി കൊണ്ട് ഇതാ ഇവിടെ ലോക്ക് ചെയ്യാം. ഈ ടിപ്പിൽ ഈ 2 വിരലും ഇതേപോലെ ഒരു 45 റേക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു വിഷയമായിട്ട് ആൾക്കാർ കൂട്ടിഘോഷിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നത്തിങ്. മനസ്സിന് ഭയങ്കര വിഷമമാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത്? ഒരു കൊച്ചു കുഞ്ഞ്, ഒരു 6 മാസം അല്ല 3 മാസം പ്രായമുള്ള കുഞ്ഞ് അമ്മ ഇങ്ങനെ അടുക്കി പിടിച്ച് ഉറങ്ങുകയാണ്. അമ്മയ്ക്ക് ഒരുപാട് ക്ഷീണമുണ്ട്, ടയേർഡാണ്, പകലത്തെ രാത്രിയിലത്തെ ഉറക്കളപ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു പാത്രം വീണ് ശബ്ദം ഉണ്ടാക്കിയാലും അമ്മ ഉണരില്ല, അമിട്ട് പൊട്ടിച്ചാലും ഉണരില്ല. പക്ഷെ കുഞ്ഞൊന്ന് ചലിച്ചാൽ ഉണരും. കാരണം കുഞ്ഞ് എന്നുള്ള ആ ഒരു പോയിന്റാണ് തലച്ചോറിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഉണർന്നിരിക്കും. ഈ സ്വപ്നങ്ങൾക്ക് മനസ്സുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കോവിഡ് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഒരുപാട് അഭിവൃദ്ധിയിലേക്കും എത്തിച്ചിട്ടുണ്ട്. പുതിയൊരു ലോകത്തേക്കുള്ള ട്വിസ്റ്റായിരുന്നു, വലിയ ട്വിസ്റ്റായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ മീഡിയയുടെ മുന്നിൽ നമ്മൾ വരില്ല ഒരിക്കലും. സാറിലൂടെയാണ് DMIT എന്ന് പറഞ്ഞ ടൈം ഒരുപാട് പേര് അറിഞ്ഞത്. ഇത് അവൻ്റെ സൈക്കിക് എനർജിക് പ്രോബ്ലമാണ്, എനർജി ലോസ് ആണ്. അവിടെയാണ് ആത്മാവിലോട്ട് നമ്മൾ കിടക്കുന്നത്. മൈൻഡ് ബോഡി സോൾ എന്ന് പറയാം. അത് ഒരു പക്ഷേ ഡോക്ടർമാർക്ക് പോലും കണ്ടെത്താൻ പറ്റില്ല. ബാധ എന്നൊക്കെ നമ്മൾ പറയുന്നത് സമ്മതിക്കില്ല. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ഡോക്ടർ B ജയപ്രകാശ് സാറാണ്. അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് ഒക്കെ അറിവുള്ള ആളാണ്. ഒരുപാട് തവണ അബാക് മീഡിയയിൽ അതിഥിയായി വന്നിട്ടുള്ള ആളാണ്. പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് തവണ അബാക് മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ആണ് ഒന്നിരിക്കാൻ സാധിച്ചത്. ഒരു പോഡ്കാസ്റ്റിലൂടെ ആകുന്നത് തന്നെ സന്തോഷം. എന്തായാലും ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ സാറിൻ്റെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടു. അതിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും. സോൾ അവേക്കനിങ്. സാറേ, സാറിനെ ഞാൻ ആദ്യമായി വിളിക്കുന്നത് നമ്മൾ തമ്മിലാണ് ആദ്യം സംസാരിക്കുന്നത്. സാറിൻ്റെ മനസ്സിനെ അറിയാം എന്ന യൂട്യൂബ് ചാനലാണ് സാറിനെ അതിഥിയായി കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കാരണമായത്. സാറിൻ്റെ മറ്റൊരു പുസ്തകമാണ് മനസ്സിൻ്റെ കാണാപ്പുറം. ഒട്ടനവധി പുസ്തകങ്ങൾ സാറിൻ്റെതായി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ ആലോചിക്കുന്ന ഒരു ചോദ്യമാണ്, സത്യത്തിൽ എന്താണ് ഈ മനസ്സ്? എല്ലാവരും പറയും എന്ത് വന്നാലും എൻ്റെ മനസ്സിന് ഭയങ്കര ഭാരമാണ്, മനസ്സിന് ഭയങ്കര വിഷമമാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത്? ഒരു ദിവസം തന്നെ നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം ചിന്തിക്കുന്നോ പറയുന്നതാണ് മനസ്സ് കോട്ട് ചെയ്തുകൊണ്ട്. മനസ്സാക്ഷിയില്ലേ, അല്ലെങ്കിൽ മനസ്സ് വേണം, നല്ല മനസ്സ്, അല്ലെങ്കിൽ മനഃശക്തി വേണം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിന് ശക്തിയില്ല. ഇങ്ങനെ എല്ലാത്തിനും മനസ്സിനെ നമ്മൾ കോട്ട് ചെയ്ത് പറയാറുണ്ട്. ആക്ച്വലി എവിടെയാണ് മനസ്സ്, എന്താണ് മനസ്സ് എന്നുള്ളതിനെ സംബന്ധിച്ച് മനുഷ്യനുണ്ടായ കാലം മുതലുള്ള അന്വേഷണമാണ്. അതിപ്പോഴും തീർന്നിട്ടില്ല. ഓരോ പെർസ്പെക്റ്റീവിലും വ്യത്യസ്ത രീതിയിലാണ് മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നതും അത് ഉപയോഗിക്കുന്നതും. അത് സ്പിരിച്വാലിറ്റിയിൽ ആ ഒരു വെർഷൻ വേറെയുണ്ട്, ശാസ്ത്രീയമായ രീതിയിലാണ് അങ്ങനെ. ഇനിയും എത്തിക്സുകളായിട്ടുള്ള ഒരു മനസ്സിനെ അവരുടേതായ വേറെ എല്ലാം എത്തുന്നവരിടത്തേക്കാണ്. ആക്ച്വലി മനസ്സെന്ന് പറയുന്ന ഒരു ഓർഗൺ അല്ലല്ലോ, അതിലാരും ഒരുപോലെ സമ്മതിക്കുന്നത്. ബട്ട് വി ക്യാൻ യൂസ് ആൻഡ് ഫീൽ. ഒരു പവറാണ്, ഒരു ശക്തിയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പം ലിവിങ് ബോഡി അതെന്തായാലും അത് പക്ഷി മൃഗാദികളായിക്കോട്ടെ, സസ്യമായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, 3 എലമെൻറ്റിൻ്റെ കോമ്പിനേഷനാണ്. അത് സോളിഡ്, ലിക്വിഡ് ആൻഡ് എനർജി. ഈ 3 ഘടകങ്ങളേ ഉള്ളൂ. ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾ ഈ ലോകത്തിലില്ല, ജഡമാണ്. അപ്പം മനുഷ്യൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എനർജി, ആ ശക്തിയാണ് സത്യത്തിൽ മനസ്സ് എന്ന് പറയാം. മനുഷ്യ ശരീരത്തിലുള്ള ശക്തി എന്ന് പറയാം. ആ ശക്തി ഇല്ലെങ്കിൽ മനസ്സില്ലല്ലോ. നമ്മൾ ഒബ്ജക്റ്റായിട്ടുള്ള ബ്രെയിനുണ്ട്, ന്യൂറോ സയൻസ് ഇപ്പോൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തു. അവിടെ എല്ലാം ഒരു ഓർഗനിലല്ല ഇത് സ്റ്റോർ ചെയ്യുന്നത്, പക്ഷെ ഒരു മനസ്സിലാണെന്നറിയാം. അപ്പോൾ അത് മനസ്സിലാക്കിക്കാൻ പല വെർഷൻസ് ഉണ്ട്, പല അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായത്തെയാണ് മതം എന്ന് പറയുന്നത്. കാണാൻ പറ്റാത്തൊരു ശക്തിയെ കാണുന്ന രൂപത്തിൽ പല അഭിപ്രായത്തിലൂടെ അപ്രോച്ച് ചെയ്യുന്നു. അതിനെയാണ് മതപരമായ രീതിയിൽ മനസ്സിനെ അപ്രോച്ച് ചെയ്യുന്ന സ്പിരിച്വാലിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ പോകുന്നു. അപ്പോൾ സത്യത്തിൽ മനസ്സാണ് എല്ലാം എന്ന് പറയാം. ഇന്ന് നമ്മൾ ഈ കാണുന്ന എല്ലാ അഭിവൃദ്ധിയും പ്രകൃതിദത്തമല്ലാത്ത അത്ഭുതങ്ങൾ ഒരുപാടുണ്ട് മനുഷ്യ സൃഷ്ടിയിലുള്ളത്. അതെല്ലാം തന്നെ മനുഷ്യൻ്റെ ചിന്തയിലൂടെ മനസ്സിൽ കടത്തിവിട്ടത്, ആ മനസ്സിൽ ഉറഞ്ഞുകൂടിയിട്ടുള്ളത് പിന്നീട് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുക. ഇപ്പം ഞാൻ തന്നെ ഇവിടെ വരുമ്പോൾ മറ്റു പുറത്തോട്ടൊന്നും നമുക്ക് ചിന്തിക്കാനുണ്ടോ, ഒരു റൂമിനകത്തിനും ചിന്തിക്കാം. ആദ്യ കാലഘട്ടത്തിൽ ഞാനിവിടെ വരുമ്പോൾ ഒരു സ്റ്റുഡിയോയിൽ വളരെ കുറച്ച് സ്റ്റാഫും ആയിട്ട് അബാക് മീഡിയ പോകുന്നു. ഇന്നിപ്പോൾ ഞാൻ കടന്നു വരുമ്പോൾ അത് അത്ഭുതമാണ്. കാരണം ഒരുപാട് ക്ലസ്റ്റേഴ്സ്, ഒരുപാട് പ്രോസസ്സുകൾ, ഒരുപാട് സ്റ്റാഫുകൾ ഒക്കെ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന അതാണ്. ഒപ്പം തന്നെയല്ല ഈ മീഡിയയുടെ വളർച്ച,
ഇത്രയും കാലം കൊണ്ട് നിരീക്ഷിക്കുമ്പോൾ ഇത് രോഹിത് എന്ന് പറഞ്ഞ ആ കീ പേഴ്സൻ്റെ മനസ്സിൽ കണ്ടത്, ഭാവനയിൽ കണ്ടത്, അതിൻ്റെ പുറകെയുള്ള നിരന്തരമായിട്ടുള്ള പ്രയത്നം, അതാണ് പുറത്ത് കണ്ടത്. ഇന്ന് ഈ ലോകത്ത് കാണുന്ന വലിയ വലിയ ബിൽഡിങ്ങുകളായിക്കോട്ടെ, വലിയ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, സാമ്രാജ്യങ്ങളായിക്കോട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, ഒരു വ്യക്തിയുടെയോ ഏതാനും വ്യക്തികളുടെയോ ചിന്തയിലുള്ള കളക്റ്റീവായിട്ടുള്ള കോൺഷ്യസ് എനർജിയാണ് അത് മാനിഫെസ്റ്റ് പുറത്ത് കാണുന്നത്. അപ്പോൾ മനസ്സിൽ കൊടുത്താൽ തീർച്ചയായിട്ടും എന്തും പുറത്തു വരുന്ന ഒരു അത്ഭുത പ്രതിഭാസം തിരിച്ചറിയാൻ മനുഷ്യന്മം കിട്ടുമ്പോൾ മാത്രമേ സാധ്യമാകുള്ളൂ. എങ്കിലും അത് പൂർണ്ണമായ തിരിച്ചറിവിലേക്ക് എത്താൻ സാധാരണക്കാരെ കൊണ്ട് പറ്റുന്നുണ്ടോ? സാധാരണക്കാരെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഒബ്ജക്റ്റ് ബേസിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ. ജസ്റ്റ് ലൈക്ക് ഇലക്ട്രിസിറ്റി, കറണ്ടിനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ആ ഒരു ഡിവൈസിലൂടെയാണ് അതിൻ്റെ പ്രഭാവം പുറത്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു ബൾബ് ഒരു ഒബ്ജക്റ്റാണ്, പക്ഷെ കറണ്ടിനെ കാണാൻ പറ്റില്ല. കറണ്ട് നമുക്ക് അനുഭവവേദ്യം വന്ന ബൾബിലൂടെയാണ്. അതെ. ഇപ്പോൾ നമ്മൾ ഈ ഓഡിയോ സംവിധാനങ്ങളല്ല, ആ ഒരു ഒബ്ജക്റ്റിലൂടെ നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുക. അപ്പം സാധാരണക്കാർക്ക് അത് മനസ്സിലാകാനാണ് ഒബ്ജക്റ്റ് ബേസിലുള്ള ചില സിസ്റ്റം ചിട്ടപ്പെടുത്തി സ്പിരിച്വാലിറ്റിയിലൊക്കെ പോകുന്നു. ഈ സ്വപ്നങ്ങൾക്ക് മനസ്സുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്വപ്നങ്ങൾ അത് ഫോൾസായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതെ. പക്ഷേ നമ്മൾ പകൽവേളയിലോ ബുദ്ധി ഉണർന്നിരിക്കുന്ന സമയത്ത് ചില വിഷൻസ് നമ്മൾ കൊണ്ട് നടക്കുന്നത്, ബുദ്ധിപൂർവ്വം ഡിസൈൻ ചെയ്യുന്നത്, അത് ആവർത്തിച്ച് കൊണ്ട് നടക്കുന്നത് മനസ്സിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടാൽ അതിൻ്റെ ദർശനങ്ങൾ കുറച്ചുകൂടെ പോസിറ്റീവായ രീതിയിൽ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വലിയ കമ്പനി പ്രസ്ഥാനം പ്ലാൻ ചെയ്യുന്നു, അവരെ സംബന്ധിച്ചാൽ ഊണിലും ഉറക്കത്തിലും അവരുടെ ചിന്ത നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെൻട്രിക് പോസ്റ്റ് ഉണർന്നിരിക്കുക എന്ന് പറയും. തലച്ചോറിൻ്റെ ഒരു ഭാഗം എപ്പോഴും കത്തി ഇങ്ങനെ നിൽക്കും. അവർക്കതാണ് പ്രധാനം. ഇപ്പം അതിന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം, ഒരു കൊച്ചു കുഞ്ഞ്, ഒരു 6 മാസം അല്ല 3 മാസം പ്രായമുള്ള കുഞ്ഞ് അമ്മ ഇങ്ങനെ അടുക്കി പിടിച്ച് ഉറങ്ങുകയാണ്. അമ്മയ്ക്ക് ഒരുപാട് ക്ഷീണമുണ്ട്, ടയേർഡാണ്, പകലത്തെ രാത്രിയിലത്തെ ഉറക്കളപ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് തൊട്ടടുത്തൊരു പാത്രം വീണ് ശബ്ദം ഉണ്ടാക്കിയാലും അമ്മ ഉണരില്ല, അമിട്ട് പൊട്ടിച്ചാലും ഉണരില്ല. പക്ഷെ കുഞ്ഞൊന്ന് ചലിച്ചാൽ ഉണരും. കാരണം കുഞ്ഞ് എന്നുള്ള ആ ഒരു പോയിൻ്റാണ് തലച്ചോറിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഉണർന്നിരിക്കും. ഇതേപോലെയാണ് മനുഷ്യൻ്റെ സങ്കല്പശക്തി. താൻ ലക്ഷ്യം വെക്കുന്നത് ആ ഭാഗം എപ്പോഴും കത്തി നിൽക്കും. അവരെ സംബന്ധിച്ച് അതാണ് ഏറ്റവും പ്രധാനം. അവിടെ റിലേഷൻഷിപ്പിനും എല്ലാം സെക്കൻഡാണ്. പിന്നെ അവരുടെ ശരീരം പോലും അവർ നോക്കാറില്ല. അവരുടെ കത്തി നിൽക്കുന്ന സംഭവം എന്താണോ അതാണ് മനസ്സ് സ്വാംശീകരിക്കുന്നത്. അതെന്ത് ചെയ്യും? അത് നേടുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ ചുറ്റുമുണ്ടെന്നുള്ള. ഈ ഞാൻ വിവാഹം കഴിഞ്ഞ സമയത്ത് എനിക്കന്ന് കൺസ്ട്രക്ഷൻ്റെ വർക്കുണ്ട്. ഫാദർ വീട് വഴി കോൺട്രാക്ടറാണ്, അച്ഛനും വയ്യാത്തതുകൊണ്ട് ഏറ്റെടുക്കേണ്ടി വന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു പ്രോസസ്സായത്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഞാൻ വളരെ കഷ്ടപ്പെട്ട ഇത് അവസാനിപ്പിച്ചത്. അപ്പോൾ ആ സമയത്ത് ഭാര്യ എറണാകുളത്ത് നിന്ന് എൻ്റെ നാട്ടിലേക്ക് കൊട്ടാരക്കരയിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് പോയിട്ട് രാത്രിയിൽ കിടക്കുമ്പോൾ രാവിലെ ആകുമ്പോൾ ഉള്ളിനെ ഇങ്ങനെ നോക്കും, ചിന്ത ഇന്നലെ രാത്രിയിൽ ഏത് റോഡായിരുന്നു കോൺക്രീറ്റ് ചെയ്തത്, രാത്രിയിൽ സിമെന്റ് ഇട, മെറ്റൽ ഇട, എഞ്ചിനീയർ ഇപ്പോൾ വരും, വെള്ളം നല്ലോണം ഒഴിക്കണം എന്നൊക്കെ ഞാൻ സെൻട്രിക് പോസ്റ്റ് കത്തി നിൽക്കാം. അപ്പോൾ എന്താണോ നമ്മുടെ ഉള്ള വിഷൻ അത് ശക്തമായ രീതിയിൽ നമ്മുടെ പാഷനേറ്റീവായിട്ടുള്ളതായിരിക്കണം. അവിടെ ഒരു സ്കില്ലുണ്ട് നമുക്ക് എല്ലാവർക്കും. എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ്, ഒരാളെപ്പോലെ മറ്റൊരാളുണ്ടായിട്ടില്ല. അപ്പം ഇപ്പം രോഹിത് ഈ ഒരു മീഡിയ രംഗത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു സക്സസ് ആകുന്നതിന് കാരണം അതാണ് ആക്ച്വലി നിങ്ങളുടെ പാഷൻ. പണ്ട് കണ്ടെത്തിയിരുന്നില്ല. ഉറപ്പായിട്ടല്ല, ഞാൻ പഠിച്ചത് അതാണ്. എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് മറ്റു മേഖലകളിലേക്ക് പോയതാണ്. പക്ഷെ നമ്മുടെ ആ ഏരിയ വരുമ്പോൾ മാത്രമേ ഫ്ലവറിങ് എന്നൊരു സാധനം ഉണ്ടാവും. അത് വരുന്നിടം വരെ ആൾക്കാർ അലയുകയാണ്. ഇപ്പം നമ്മൾ കാണാം സാധാരണക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള സ്കില്ലിലല്ല എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ സാറ്റിസ്ഫൈഡും അല്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാവിലെ എൻ്റെ കൂടെ പണ്ടുണ്ടായിരുന്നൊരു ഫോട്ടോഗ്രാഫർ, എനിക്ക് ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ വർക്ക് ഉണ്ട്, പക്ഷെ ചെയ്യുന്ന മേഖല വെഡിങ് ഫോട്ടോഗ്രാഫി, ഇവന്റ് ഫോട്ടോഗ്രാഫി ആയിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ബാംഗ്ലൂരൊക്കെ പോയി ഫോട്ടോഗ്രാഫിയൊക്കെ നല്ല രീതിയിൽ പഠിച്ച ടാലൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. അവൻ തന്നെ വിളിച്ചിട്ട് ഒരു സഹായം ചോദിക്കുകയാണ്. ഒരു സെലിബ്രിറ്റി, എൻ്റെ സുഹൃത്തായ ഒരു സെലിബ്രിറ്റിയെ അവൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, റീൽ ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചു കൊടുത്തപ്പോൾ എന്നോട് പറയാണ്, ചേട്ടാ ഇത് മാർക്കറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ എന്താ പ്രശ്നം? എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ എന്തിനാ പൈസ? അതെന്താ? നിൻ്റെ കൂടെ ഉള്ളതാരാ? അത് ഇന്നയാളാണ്, അവൻ എഡിറ്ററാണ്, ഇവൻ ക്യാമറാമാനാണ്. നിൻ്റെ പ്രൊഡക്റ്റ് എന്താ? ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആണ്. നിങ്ങളില്ല ചോക്കുമലയിൽ ഇരുന്നിട്ട് ചോക്ക് തിരക്കി പോകുന്ന മനുഷ്യരാണ്. ഒരുപാട് പേര് അങ്ങനെ ഇല്ലേ, സ്വന്തം ടാലൻറ്റ് കണ്ടെത്താതെ അലയുന്ന കുറേ പേര്. അതായത് ഓരോരുത്തരും വ്യത്യസ്തം. ഞാനും പറയുന്നത് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വളരെ ഫാസ്റ്റ് യുഗമാണ്, സ്മാർട്ട് യുഗമാണ്. ഇവിടെ നമ്മുടെ ഉള്ളിലൊരു കഴിവിനെ കണ്ടെത്താൻ സാധിച്ചാൽ, എല്ലാവരുടെ ഉള്ളിലുണ്ട്, ഇത്രത്തോളം ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന, ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം മുമ്പ് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു കോവിഡ് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഒരുപാട് അഭിവൃദ്ധിയിലേക്കും
എത്തിച്ചിട്ടുണ്ട്. പുതിയൊരു ലോകത്തേക്കുള്ള ട്വിസ്റ്റായിരുന്നു. വലിയ ട്വിസ്റ്റായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ മീഡിയയുടെ മുന്നിൽ നമ്മൾ വരില്ല ഒരിക്കലും. ഓഫ്ലൈനായിട്ട് ഒരുപാട് നടന്ന കേസുകൾ ഇപ്പം ഞാനിപ്പം എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ അല്ല എൻ്റെ സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ തന്നെ ലോകത്തോട് സംവദിക്കുകയാണ്. മുമ്പ് അതുണ്ടായിരുന്നില്ല. ഒരു സൂമിൻ്റെ മീറ്റിംഗ് എന്താണ്, ഓൺലൈൻ കൺസൾട്ടേഷൻ എന്താണ്, ഇപ്പോൾ ലോകത്തിന് നാനാഭാഗത്തുള്ള ആൾക്കാരെ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ സാധിക്കും. ഫാമിലി കൗൺസിലിംഗ്, കൺസൾട്ടേഷൻ ആയിക്കോട്ടെ. മുമ്പ് അതൊന്നും സാധ്യം. ഒരു ചെറിയൊരു കിണറ്റിലെ തവളയുടെ കണക്ക് നമ്മൾ ജീവിച്ചിരുന്നത് വേറെ തലത്തിലേക്ക് എത്തി. അപ്പോൾ പലരും പറയാറുണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ്. ആശയങ്ങൾ ഒരുപാടുള്ളവരാണ്, കഴിവുള്ളവരാണ്. പക്ഷേ അതിന് ഉപയുക്തമായ ആൾക്കാരുണ്ടല്ലോ ഒരുപാട്, അവരെ അതിന് നിയോഗിക്കുക. ഇപ്പോൾ പലപ്പോഴും പറയാറുള്ളത്, നമ്മൾ പലപ്പോഴും ബിസിനസ് മീറ്റിങ്ങും കാര്യങ്ങൾ കൊടുക്കുമ്പം എല്ലാ വ്യക്തികളുടെ കഴിവിനെ ഏത് സ്കില്ലാണോ കൂടുതലുള്ള അത് തിരിച്ചറിയുന്നിടത്താണ് ഒരു എൻ്റർപ്രനറുടെ വിജയം എന്ന് പറയും. പ്രധാനമായിട്ടും നമ്മൾ 4 ഗുണങ്ങൾ ഒരു വ്യക്തിയിലുണ്ടാവും, എല്ലാ മനുഷ്യരിലും ഉണ്ടാവും. ഒന്ന് ഐഡിയ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ. അതാണ് സ്കില്ല്. അവർ ആ രംഗത്തെത്തുമ്പോഴേ അവർ സക്സസ് ആകത്തുള്ളൂ. രണ്ടാമത്തെ കൂട്ടം വെച്ചാൽ ഐഡിയ ആരെങ്കിലും കൊടുത്താൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യും, നടപ്പിലാപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കും അവരെ അത് ഏൽപ്പിച്ചാൽ അവർ സൂപ്പറായിട്ട് സക്സസ് ആകും. മൂന്നാമത്തെ കൂട്ടരുണ്ട്, അവർ ഫൈനാൻസ് ഡീൽ ചെയ്യാൻ ഏറ്റവും മിടുക്കരായിരിക്കും. വരവ് ചെലവ് കണക്കുകൾ, കിട്ടാനുള്ളത് മേടിച്ചെടുക്കുക, കൊടുക്കാൻ പിടിച്ച് ചിലവാക്കുക, അതൊരു സ്കില്ലാണ്, നൈപുണതയാണ്. അത് എല്ലാത്തിൻ്റെ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. അതൊരു ഇന്ധനം പോലെയാണ്. ആ ഒരു ഊർജ്ജമില്ലെങ്കിൽ മറ്റൊന്നും നടക്കില്ല. അപ്പോൾ അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നൊരു കഴിവ് ചിലർക്കുണ്ടാവും, അവർ സക്സസ് ആകും. നാലാമത്തെ കൂട്ടരുണ്ട്, ഇതൊന്നും അറിയില്ല, ബുദ്ധി അവർക്കില്ല, ചെയ്യിക്കാനും അറിയത്തില്ല, ഫൈനാൻസ് ഡീൽ ചെയ്യാനും അറിയില്ല, പക്ഷെ അവർ പണിയെടുക്കും. അത് വർക്ക് ഫോഴ്സ് എന്ന് പറയും. ഇതിനെയാണ് സത്യത്തിൽ പണ്ട് പറഞ്ഞിരുന്നത് ബ്രാഹ്മണ്യം, ക്ഷത്രിയും, വൈശ്യം, ശൂദ്രവും. മനസ്സിലായില്ലേ? ഇത് ശരിക്കും പറയാൻ ഒരു ജാതി വ്യവസ്ഥയല്ല, മനുഷ്യൻ്റെ ക്വാളിറ്റിയെ അന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇങ്ങനെ ആക്കി. പക്ഷേ അറിവുകൾ സാധാരണ തലത്തിലേക്ക് എത്താതിരുന്ന കാരണം അത് ചില ക്ലസ്റ്ററുകളിൽ മാത്രമേ ചിലർ അതിനെ യൂസ് ചെയ്തു. അവർ ഈ അറിവ് അറിയരുത് എന്ന് ബോധപൂർവ്വം ശഠിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ കൂടുതൽ സംസ്കൃതത്തിലൊക്കെ ആയിരുന്നു ഒതുങ്ങിയിരുന്നത്. അതുകൊണ്ടാണ് അന്ന് വിദ്യ നിരോധിച്ചിരുന്നത്, ആരും അറിയാൻ പാടില്ല. പിന്നീട് നവോത്ഥാനപരമായ നായന്മാരൊക്കെ വന്നാണ് ഇതിനെ വളരെ അവർ പഠിച്ച് സാർവത്രികമാക്കി എടുത്തപ്പോഴാണ് മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് സത്യം പറഞ്ഞാൽ ബ്രാഹ്മണ്യം എന്ന് വെച്ചാൽ അറിവ്, ബ്രഹ്മജ്ഞാനം എന്നാണല്ലോ പറയുന്നത്. അതിനെ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അപ്പം ഒരു ബ്രാഹ്മണൻ എവിടെ ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് ജനിച്ചത്. ബ്രഹ്മജ്ഞാനമുള്ള കുലത്തിലാണെങ്കിലും കർമ്മം കൊണ്ട് ചിലപ്പോൾ ശൂദ്രനായിരിക്കും. അപ്പം ബ്രാഹ്മണ്യം, ക്ഷത്രിയം ചെയ്യിക്കാനുള്ള കഴിവ്. ചിലർക്കെന്ന് വെച്ചാൽ പണയുടെ വൈശ്യം, ശൂദ്രം എന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്നത്. ഇതൊരു വ്യക്തിയിലുള്ളതാണ്, എല്ലാവരിലും ഉള്ളതാണ്. ഇതിലേതിലാണോ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നിൽക്കുന്നത് അവരെ ആ രംഗത്ത് ഉപയോഗിപ്പിക്കാൻ പറ്റണം. അതാണ് ഒരു എൻ്റർപ്രനറുടെ കഴിവ്. അപ്പം ചിലരെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ യൂസഫ് അലിക്ക, ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം പൈസ എന്ന് പറയുന്നത് ബിസിനസ്സിന് ആവശ്യമില്ല, ഒരുപാട് പേര് കൊടുക്കാൻ ലോകബാങ്കുകൾ പുറകെയാണ്. പൈസ എത്ര വേണം ഫണ്ട് ചെയ്യാം, കാരണം തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ട്. പിന്നെന്താ, നല്ല ഹയർ ചെയ്യാൻ പറ്റും, നല്ല ബുദ്ധിയുള്ളവർ, പല പ്രസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, നല്ല സാലറി ഫെസിലിറ്റി കൊടുത്തവർ ഇങ്ങോട്ട് ഹയർ ചെയ്യാം. പിന്നെ ജോലി ചെയ്യിക്കാൻ കഴിവുള്ള ആൾക്കാർ, സൂപ്പർവൈസേഴ്സിനെ കിട്ടും. പിന്നെ ഫൈനാൻസ് ഡീൽ ചെയ്യാനായിട്ട് ആൾക്കാർ അതാത് പോസ്റ്റിൽ ഇരുത്തുന്നു. പിന്നെ വർക്ക് ചെയ്യാനുള്ള ഒരുപാട് വർക്ക് ഫോഴ്സ്. അങ്ങനെ സമന്വയിപ്പിക്കാനുള്ളൊരു സ്കില്ല് അദ്ദേഹത്തിന് കിട്ടിയപ്പം ഒരുപാട് പരിവർത്തനങ്ങളുണ്ടാകും, ഒരുപാട് ആൾക്കാർക്ക് ജീവിതം ഉണ്ടാകും. അപ്പോൾ ഇതിനെ സമന്വയിപ്പിക്കലാണ് ഒരു എൻ്റർപ്രനറുടെ. അതിനകത്ത് പുള്ളി എക്സ്പെർട്ടായി. ഇപ്പം എവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പം പുറമേ നിന്നുള്ള കാശ്, വല്ലവരുടെയും ഐഡിയ, വല്ലവരുടെ അധ്വാനം, പൈസ എല്ലാം നോക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ഒരു സ്കില്ല് പ്ലസ് ഒരു അനുഗ്രഹവും കൂടെ, ഒരു നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നമ്മളിലേക്ക് നമ്മുടെ ആവശ്യാനുസരിച്ച് പൈസ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ ഈശ്വര നന്മകൾ വന്നു കഴിഞ്ഞാൽ നന്മയുള്ള കാര്യത്തിന് വേണ്ടി ചിലവാക്കും. അപ്പം എന്താ, ഈ പ്രപഞ്ചം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതെല്ലാവരിലും ചെറുതും വലുതുമായ രീതിയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ചെറുപ്പത്തിലെ തന്നെ ഒരാളുടെ ടാലൻ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ കരിയറിനെ വഴിതിരിച്ചു വിടാനുള്ള മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു സാറിൻ്റെ തന്നെ സാറിലൂടെയാണ് DMIT എന്ന് പറഞ്ഞ ടൈം ഒരുപാട് പേര് അറിഞ്ഞത്. ഞാനത് ശ്രദ്ധിച്ചപ്പോഴും ആ എപ്പിസോഡ് ഞാൻ കണ്ടിരുന്നില്ല. സാർ ആ ഇൻ്റർവ്യൂ എടുത്ത് പോയതിനു ശേഷം എനിക്കിങ്ങനെ വിളി വരാൻ തുടങ്ങി. സാറിൻ്റെ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ DMIT ടെസ്റ്റ് ചെയ്യണ്ടേ, ഞാനെന്താ എന്താണ് DMIT? ഞാൻ പിന്നീട് പോയിട്ട് ആ എപ്പിസോഡ് എടുത്ത് കണ്ടിട്ടാണ് വന്നവർക്കെല്ലാം ഞാൻ സാറിൻ്റെ നമ്പർ കൊടുത്തു വിട്ടത്. അപ്പോൾ എനിക്ക് ഒന്ന് DMIT ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അതായത് DMITയുടെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെർമിറ്റോഗ്രാഫി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ മുൻകൂട്ടി തിരിച്ചറിയുക. എവരി പേഴ്സൺ ഈസ് യൂണിക്. ഒരാളെ പോലെ മറ്റൊരാളുണ്ടായിട്ടില്ല. നമ്മുടെ യൂണിക്നെസ് കണ്ടെത്തുന്നിടത്താണ്, ആ സ്കില്ലിൽ എത്തുന്നിടത്താണ് നമ്മൾ സക്സസ്സിലേക്ക് പോകുന്നത്. ഇത് പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ശാസ്ത്രീയമായ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഈ മുഖം നോക്കി ലക്ഷണം പറയുന്നവരുണ്ട്, കൈ നോക്കി ലക്ഷണം പറയുന്നവരുണ്ട്. ചിലർ കുറഞ്ഞ കൃത്യമായി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല, പക്ഷെ അതൊരു സ്കില്ലാണ്, നൈപുണതയാണ്. അപ്പോൾ ഇങ്ങനെ
ഓരോരുത്തരുടെയും കൈരേഖകൾ നോക്കിയാൽ പറയും നിങ്ങളുടെ വിദ്യാഭ്യാസം എത്ര വരെയുണ്ട്, അല്ലെങ്കിൽ ഏത് രംഗത്ത് ശോഭിക്കാൻ സാധിക്കും, എങ്ങനെയുള്ള സ്വഭാവമാണ് നിങ്ങളുടെ. ഒരു ചിലർ മരണം പോലും പറയും കൃത്യമായിട്ട്, അതുവരെ നടക്കും. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്നുള്ളതിനെ സംബന്ധിച്ച് ശാസ്ത്രം പിന്നീട് ഡെവലപ്പ് ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുപിടിച്ചാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലെത്തിയത്. അപ്പോൾ ഈ മനസ്സിൻ്റെ കേസായതുകൊണ്ട് ഇത് സയൻറ്റിഫിക് ആണോ അൺസയൻറ്റിഫിക് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇക്കാലത്തും ഉണ്ടാവുമല്ലോ ഓഫ് കോഴ്സ്. അപ്പം അങ്ങനെയുള്ളവരോട് പറയാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഇത്രയും നാളത്തെ സ്വഭാവം വെച്ച് അറിയാൻ പറ്റുമല്ലോ നമ്മളെന്താണ്. ഇപ്പോൾ ഉദാഹരണം എൻ്റെ എക്സാമ്പിൾ തന്നെ, ഞാനിത് ഈ സൈക്കോളജിയിൽ വന്ന് സ്പിരിച്വൽ സയൻസിലോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഇതിനെപ്പറ്റി തിരിച്ചറിയുന്നു. അപ്പോൾ എൻ്റെ ടെസ്റ്റ് ഞാൻ എടുത്ത് നോക്കി. ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന എന്താ ഈ പറയുന്ന സ്പിരിച്വൽ ഹീലിംഗ് അല്ലെങ്കിൽ സൈക്കോളജി രംഗത്താണ്. ഇതിനകത്താണ് ഞാൻ ഇപ്പം മനസ്സുകൊണ്ട് ഹാപ്പിനെസ് കിട്ടുമ്പോഴേ സക്സസ് ആകുന്നു. അതിന് മുമ്പേ എക്കണോമിക്കലിയൊക്കെ സക്സസ് ആണ്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ കർമ്മപദം എന്ന് പറയുന്നത് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ആണ്, HSC ആണ്. അതിലൂടെ തന്നെ വർഷങ്ങളായിട്ട് നമ്മുടേതായ ഒരു തട്ടകം ഉണ്ട്, ഫൈനാൻഷ്യലി സ്റ്റെബിലൈസ്ഡാണ്. പക്ഷേ ഉള്ളിൽ അങ്ങോട്ട് പോരാ, ഞാനിതല്ല എന്നുള്ളത്. പിന്നെ എൻ്റെ ടോക്കുകളിലും എൻ്റെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിക്കൊണ്ടിരുന്നത് ഈ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാതെ വരും, അതിനകത്ത് കണക്റ്റായി. പിന്നെ സ്പിരിച്വൽ സയൻസുമായിട്ട് പലരും ചോദ്യം കിട്ടുന്നത് അതുമെല്ലാം ഒരു ലോജിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായപ്പം ഇതിനകത്ത് എന്തോ ഒരു വാസനയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കുറേ ഇതിലോട്ട് ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ടെസ്റ്റ് എടുത്ത് നോക്കുന്നത്. അതിനകത്ത് എൻ്റെ കരിയർ പറയുന്നത് സൈക്കോളജിസ്റ്റ്, സ്പിരിച്വൽ സയൻറ്റിസ്റ്റ്, മെൻറ്റർ, കൗൺസിലർ, ഇതൊക്കെയാണ്. ഇതൊരു പക്ഷേ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സന്തോഷത്തോടു കൂടി സക്സസ് ആയി പോകാമായിരുന്നു. പിന്നെ അറിഞ്ഞ കാലം തൊട്ട് പിന്നെ അപ്പോഴത്തേക്ക് ഓൾറെഡി ഈ രംഗത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ പലരും അവരുടെ ഉള്ളിലുള്ള കഴിവ് അറിയാതെ വന്നു, പ്രത്യേകിച്ച് സ്റ്റുഡൻസ്. ഇപ്പോൾ ഇന്ന് 10, 11, 12 ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പേരൻസ് ഒരുപാട് നമ്മുടെ സെൻറ്ററിൽ കൊണ്ടുവരാറുണ്ട്. എന്തിനാ ഇവൻ എന്ത് എടുക്കണമെന്നറിയില്ല, അടുത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇപ്പം നമ്മൾ നീറ്റിനൊക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ട് പാലയിലുള്ള ഒരു പ്രശസ്ത സ്ഥാപനത്തിലേക്ക് ആൾക്കാർ കൊണ്ട് പിള്ളേരെ നിർബന്ധിച്ചുകൊണ്ട് ചേർക്കുന്നുണ്ട് അവരുടെ ഇഷ്ടപ്രകാരം. പക്ഷെ അവിടെ ചെന്നിട്ടും അവർക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, ബാക്ക് പേപ്പർ വരുന്നു. ആദ്യം ആഗ്രഹം കൊണ്ട് പോയതാണ്, പക്ഷേ ആ സിലബസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു ക്രിക്കറ്റ് അറിയാത്ത ഒരാളടുത്ത് ക്രിക്കറ്റിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നുമില്ല. ആഗ്രഹം വേറെ കിടക്കുന്നു. പക്ഷേ ഈ സ്കില്ല് കണ്ടെത്തി കഴിഞ്ഞാൽ ഇവരൊരു പക്ഷേ ഇതായിരിക്കത്തില്ല അവൻ്റെ ശരിക്കുള്ള നൈപുണത. അവനൊരു ഫാഷൻ ടെക്നോളജി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടൂറിസം ആയിരിക്കാം. പക്ഷെ പേരൻസിനെ സംബന്ധിച്ച് അവർക്ക് അതല്ല വേണ്ടത്. എൻ്റെ മോനെ ഡോക്ടറാക്കണം. അത് ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നതില്ല. ആറ്റിറ്റ്യൂഡ് മാറി വരുന്നുണ്ട് ഇപ്പം കുറച്ച് മാറി വരുന്നുണ്ട്. അവർ കുറേയൊക്കെ ഇത് മനസ്സിലാക്കി. ഇപ്പോൾ ഒരു ഒറ്റ കുട്ടി മാത്രമുള്ള പേരൻസിനെ ഇത്തരത്തിലുള്ള നിർബന്ധം പറയാൻ കുട്ടികൾ ആത്മഹത്യ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞാൽ അവർക്ക് വീട്ടിലും അവരെ സാറ്റിസ്ഫൈ ചെയ്യണം, ഇവർക്കിട്ട് പറ്റുന്നുമില്ല. സ്ട്രഗിൾ ചെയ്തിട്ട് സൂയിസൈഡിൻ്റെ വങ്കത്ത് പോയി അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി എത്രയോ സ്റ്റുഡൻസിനെ നമ്മുടെ അടുത്ത് കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പേരൻസിനോട് ചോദിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് കുഞ്ഞാണോ കുട്ടിയാണോ ഏറ്റവും വാല്യൂ, അതോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഫഷനാണോ? അവരുദ്ദേശിക്കുന്ന പ്രൊഫഷന് വേറെ കാരണം ഉണ്ടാവും, അവർക്കാകാൻ പറ്റിയില്ല എൻ്റെ മക്കളോടാവട്ടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ്. നമ്മുടെ മക്കളാണെങ്കിലും വ്യത്യസ്ത ആത്മാക്കളാണ്, വ്യത്യസ്ത അഭിരുചിയാണ്. ഇതൊക്കെ നേരത്തെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഫിംഗർ ടിപ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ലൂപ്സ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഡയഗ്നൈസ് ചെയ്യാൻ കഴിവുള്ളവർക്കാണെങ്കിൽ ഈ പാറ്റേൺ പെട്ടെന്ന് മനസ്സിലാവും. അതാണ് പണ്ട് കൈ നോക്കി പറഞ്ഞിരുന്നത്. ഇത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രാഫ് എടുക്കാൻ പറ്റും. ഗ്രാഫ് എടുത്ത് കിട്ടിയാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു 10-35 പേജുള്ള റിപ്പോർട്ടായിട്ട് അടിച്ച് കിട്ടും. ഇത് കറക്റ്റാണോ ആക്യുറസി ആണ്? 95% ആക്യുറസിയാണ്. കാരണം എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എന്നെ ഇതുകൊണ്ട് 100 കണക്കിന് ആൾക്കാരുടെ 1000 ആൾക്കാർ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നെല്ലാം ആർക്കും ഒരു മറിച്ചൊരു അഭിപ്രായമില്ല. പിന്നെ ഈ ഒരു സംഗതി എടുത്തുകൊണ്ട് മാത്രമായില്ല, ഇപ്പം നമ്മുടെ സ്കില്ല് ശരിയായ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒരു ഫാർമസിസ്റ്റൊക്കെ ആകാം. പക്ഷേ അവിടേക്ക് എത്താനായിട്ട് ആ പ്ലാറ്റ്ഫോം ഇതുവരെ നിൽക്കുക. ഇപ്പോഴത്തെ നമ്മുടെ പല കാര്യങ്ങളും മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു മെൻറ്ററിങ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. ഇപ്പം നമ്മൾ ജാതകം കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് എത്താനൊരു വ്യക്തിയെ എങ്ങനെ മാറ്റണം, അല്ലെ എങ്ങനെ മാറണം എന്നുള്ള കറക്റ്റ് ഗൈഡ് ലൈൻസ് സപ്പോർട്ട് സർവീസിനകത്താണ് കാര്യം. അവിടെയാണ് കൗൺസിലിംഗ്. അപ്പോൾ ഈ പറയുന്ന ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു മാപ്പ് കിട്ടി. ഏത് ഏരിയയിൽ, ചിലപ്പോൾ 4-5 ഏരിയ ഉണ്ടാകും. ചിലപ്പോൾ ഇതൊന്നും കാണാതെ ജീവിതകാലം മുഴുവൻ പോവുകയാണ്. ഇപ്പം ഏത് പ്രായത്തിലും എടുക്കുക എന്നുള്ള. ചിലർക്ക് ഒരു 10-60 വയസ്സാകുമ്പോഴായിരിക്കും എന്നെ ശരിക്കും ഞാൻ ആരാണെന്ന് അറിയണമെന്നുള്ള തോന്നൽ വരും. അപ്പോൾ മുതലും ടെസ്റ്റ് ചെയ്യാം. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതാപിതാക്കൾക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഈ വഴി തെറ്റിപ്പോകാതിരിക്കും. ഇപ്പം 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയുടെ തൊട്ട് എടുത്ത് വരികയാണെങ്കിൽ അവനൊരുപക്ഷെ ഒരു ജഡ്ജി ആകേണ്ടവനാണ്. പക്ഷെ അവൻ അതിനെപ്പറ്റി ഇപ്പം ക്ലാസ്സിന് അറിയില്ല. ഇത് ഈ ഹസ്തരേഖാശാസ്ത്രത്തിൻ്റെ ഇന്നിൻ്റെ കാലത്തെ അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറയാമോ? യെസ്, തീർച്ചയായിട്ടും. ഇപ്പം എല്ലാം മാറിയല്ലോ. ഉദാഹരണം പറഞ്ഞാൽ രോഹിതെ, പണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ മൈനോട്ടായിട്ട് നമുക്കറിയാൻ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല.
സാധാരണ വൈദ്യന്മാരുടെ ഡയഗ്നൈസ് അവരുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് സക്സസ്. ഇപ്പോൾ അതല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാവുന്നത് കംപ്ലീറ്റ് ടെസ്റ്റിങ്ങും സ്കാനിങ്ങും കഴിഞ്ഞ റിപ്പോർട്ട് കയ്യിൽ വെക്കും. എന്നിട്ട് ഡോക്ടറെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് ഇത് ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഒപ്പീനിയൻ നിങ്ങൾക്ക് എടുക്കുക, കറക്റ്റാക്കി കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ അനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് വെച്ച് കൊടുക്കും, ഇതാണ് നിങ്ങളിത് കാണുന്നത്. അപ്പോൾ അവർ ഒത്തുനോക്കുമ്പോൾ ശരി, എൻ്റെ സ്വഭാവം ഇതാണല്ലോ, അല്ല ഇവൻ്റെ ഇതാണല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. ഇനി അതിലേക്ക് എത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും? അതിന് DMT ടെസ്റ്റ് എടുത്താൽ തന്നെ കൃത്യമായ മെൻറ്ററിങ്ങിനകത്ത് മനുഷ്യൻ്റെ ഇപ്പോഴുള്ള മനസ്സിൻ്റെ അവസ്ഥയ്ക്ക് കാരണം 3 ഏരിയയാണ്. ഒന്ന് ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററിൽ ഏതെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനൊരു പക്ഷേ മെഡിസിൻ സപ്പോർട്ട് വേണ്ടി വരും. ഈ മൂഡ് വേരിയേഷൻസ് ചിലർക്ക് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല, അവനെക്കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും ഈ OCD പോലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നു, അല്ലെങ്കിൽ ബൈപ്പോളറ പോലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നു. ഇതൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നെർവ്സിൻ്റെ തകരാറ് മാത്രം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് മെഡിസിൻ സപ്പോർട്ട് കൊടുത്തേ പറ്റുള്ളൂ. സൈക്കാട്രി മെഡിസിൻ തന്നെ വേണം ചിലർക്ക്. പക്ഷെ പലർക്കും അത് ഒരു മടിയാണ്, ഒരു ഭ്രാന്തനായിപ്പോ. അതുകൊണ്ടല്ല, നമ്മളിപ്പോൾ ഡയബറ്റിക് ആയിട്ടൊരാൾ ആണെങ്കിൽ അയാൾ മനസ്സിലാക്കണം ഞാൻ ഡയബറ്റിക്കാണ്, അപ്പോൾ ഞാൻ റെസ്ട്രിക്ഷൻ എടുക്കണം, മെഡിക്കേഷൻ എടുത്താൽ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ സാധാരണക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു ബോധവൽക്കരണം കൊടുത്തിട്ട് ഇവനെ ഗൈഡ് ചെയ്യാലേ ശരിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്ത് നമ്മൾ അങ്ങോട്ട് റെഫർ ചെയ്യും, നല്ല ഡോക്ടേഴ്സിന് എടുത്തിട്ട്. ഇനി രണ്ടാമത്തത് ഈ ന്യൂറോൺസിൻ്റെ തകരാറൊന്നും അല്ല വ്യക്തിയിലെ മടിയും അലസതയും അല്ലെങ്കിൽ അവനെ എത്താൻ പറ്റാതെ, അത് അവൻ്റെ സ്വഭാവത്തിൽ ഒന്ന് വ്യതിയാനം. ആൾ ബുദ്ധിമാനാണ്, പക്ഷെ കുറച്ച് നാളുകൊണ്ട് പാറ്റേൺ ചേഞ്ചായി. അതായത് പ്രസൻറ്റ് അസോസിയേഷൻ ഉണ്ടാകും, അവൻ്റെ കൺസെപ്റ്റുകൾ സ്ഥിരം കൊണ്ടു നടന്ന് അവന് ഇപ്പം തന്നെ അവൻ്റെ കഴിവ് മൊത്തം മറഞ്ഞു പോയി. അപ്പോൾ അതവനെ ബോധ്യപ്പെടുത്തിയിട്ട് അവിടേക്ക് എത്താൻ എന്ത് ചെയ്യണം? അതിന് ബിഹേവിയർ തെറാപ്പി കൊടുക്കും, സൈക്കോ തെറാപ്പി എന്ന് പറയും. അതായത് ഫിസിയോതെറാപ്പി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അത് മരുന്ന് കൊണ്ടല്ല, ശരീരത്തിനെ ഇൽനെസ്സിൽ നിന്ന് വെൽനെസ്സിലേക്ക്. അപ്പോൾ സൈക്കോ തെറാപ്പിയിൽ ആ വ്യക്തിയുടെ ഇതൊരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമാണ്, ഓരോ വ്യക്തികളുടെയും വ്യത്യസ്തമായിട്ടിരിക്കും. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ അവൻ്റെ ബിഹേവിയറിനെ മാറ്റാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതിനുള്ള പരസ്പരം ശരിക്കുള്ള സപ്പോർട്ട് കൊടുക്കും. ആ സപ്പോർട്ടിലൂടെ ബിഹേവിയറിനെ ചേഞ്ച് ആക്കിയാൽ ആ സ്കില്ല് കണ്ടെത്തിയാൽ അവിടെ എത്താൻ പറ്റുള്ളൂ. മൂന്നാമത്തത് ഈ സൈക്കാട്രി പ്രോബ്ലം അല്ല, ബിഹേവിയർ പ്രോബ്ലം അല്ല. ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല, ഒന്നിനൊന്നിന് തടസ്സങ്ങൾ വരുന്നു. ഇത് അവൻ്റെ സൈക്കിക് എനർജിക് പ്രോബ്ലമാണ്, എനർജി ലോസാണ്. അവിടെയാണ് ആത്മാവിലോട്ട് നമ്മൾ കിടക്കുന്നത്. മൈൻഡ് ബോഡി സോൾ എന്ന് പറയാം. അത് ഒരു പക്ഷേ ഡോക്ടർമാർക്ക് പോലും കണ്ടെത്താൻ പറ്റില്ല. ബാധ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, സമ്മതിക്കില്ല. അതായത് ഇവനെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. അത്തരത്തിൽ ചില കെട്ടുകൾ വന്ന് വിടുന്നു. ഇത് എനർജി ഫീൽഡിൽ വന്ന ശോഷണമാണ്. അവിടെ ഹീലിംഗ് ആണ് വേണ്ടത്. ഈ ഹീലിങ്ങിനാണ് സത്യത്തിൽ നമ്മൾ ദൈവികമായ പൂജകളും വഴിപാടുകളും നടത്തും. മോൻ പഠിക്കുന്നില്ല, പരീക്ഷ എടുക്കാറാകുന്നു, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാകുന്നില്ല, പൂജ വഴിപാടുക. അത് നമ്മുടെ സൈക്കിക് എനർജിക് ഫീൽഡിൽ ഒരു ചാർജിന് വേണ്ടി. ഇതിനെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് സെൽഫ് ഹീലിംഗ് അല്ല ഇന്നർ ഹീലിംഗ് ചെയ്ത് അത് കാർമിക് എഫക്റ്റിനെയൊക്കെ ഇത്രയും നാളത്തെ എഫക്റ്റിനെ അത് റിമൂവ് ചെയ്ത് കളയും. അതിന് ഏത് മെത്തേഡ് ഉപയോഗിക്കുക? അത് ഈ സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയും. സ്പിരിച്വൽ ഹീലിങ്ങിലൂടെ അങ്ങനെ വേണ്ടവർ. ഞാൻ ചോദിച്ചത് അതിന് എന്തെങ്കിലും റൈക്കിയോ ആണ്. ഇതിനകത്ത് ഞാനിപ്പോൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദശമൂലാരിഷ്ടം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിനകത്ത് റൈക്കി വരും, പ്രാണി ഹീലിംഗ് വരും, പിന്നെ നമ്മൾ ഇപ്പോൾ പറയാറുള്ള EFT, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ വകഭേദങ്ങളാണ്. ഡിഫൻസ് ആളിനനുസരിച്ച്. ഇപ്പം റേക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു വിഷയമായിട്ട് ആൾക്കാർ കേട്ട് കുട്ടിഘോഷിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നത്തിങ്. റേ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, കീ എന്ന് പറഞ്ഞാൽ ശക്തി. ഇത് ജപ്പാനീസ് വേർഡായതുകൊണ്ട് ഈ പ്രപഞ്ചശക്തിയാണ് എവിടെ ഉപയോഗിക്കുന്നത്. അത് ഹീലിങ്ങിനായിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ സങ്കല്പശക്തിയിലൂടെ ഒരു പ്രത്യേക സ്പോട്ടിലൂടെ എനർജി പാസ് ചെയ്യുന്ന പ്രക്രിയയുള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഇതിന് കുറേ തിയറിക്കൽ മാനദണ്ഡങ്ങൾ കൊടുത്ത് കുറേ സിസ്റ്റമാറ്റിക്കായിട്ട് അതാണ് ഇതാണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇതിനെല്ലാം ഫലം കിട്ടും. പക്ഷേ ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. നമ്മൾ നിസ്സാരമായിട്ട് മനസ്സിലാക്കി അവനവനിൽ തന്നെ ഹീലിംഗ് നടത്താനായിട്ട് അതിന് ഈ റേക്ക് മാത്രം പോരാ, പ്രാണി ഹീലിംഗ് അങ്ങനെ വർക്ക് ചെയ്യുന്നു, സുജോ അങ്ങനെ വർക്ക് ചെയ്യുന്നു. ഇതിനെല്ലാം കൂടെ പഠിപ്പിച്ചുകൊണ്ട് പിന്നെ ആരാധനാനുഷ്ഠാനങ്ങളുടെ ശാസ്ത്രീയത, നമ്മൾ ക്രിയകളൊക്കെ ചെയ്യില്ല, ആ ക്രിയകളുടെ പിന്നൊരു സയൻസും ഉണ്ട്. അപ്പം നമ്മൾ മുദ്രകൾ മുദ്ര തെറാപ്പി എന്ന് പറഞ്ഞ ബുദ്ധികൾ ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ തന്നെ നമ്മൾ മെഡിസിൻ ഒന്നും കൂടാതെ സെൽഫായിട്ടൊരു ഹീലറായി മാറുക. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ എനർജി
ഫീൽഡിലുള്ള പ്രശ്നത്തെ കറക്റ്റ് ചെയ്യാം. ഈ മുദ്രകളൊക്കെ പിന്തുടരുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ മെഡിസിനൊക്കെ മോഡേൺ മെഡിസിനൊക്കെ വന്നിട്ട് കുറേ വർഷങ്ങളിലേ ആയിരുന്നു. അതിനു മുമ്പ് മനുഷ്യ മനസ്സിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും പരിഹരിക്കാൻ മുദ്രാ തെറാപ്പികളൊക്കെ ഉപയോഗിച്ചു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ജീവിതം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. പഞ്ചഭൂതാത്മകമിതം ശരീരം എന്ന് പറയും. അതായത് അറിയാമല്ലോ, ആകാശം, അഗ്നി, ജലം, ഭൂമി, വായു, ഇതിൻ്റെ ചേരുവയാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പം ഇവിടെ എവിടെയെങ്കിലും ഒരു പ്രഷർ വേരിയേഷൻ, എനർജിക്കുള്ള വേരിയേഷൻ വരുമ്പോഴാണ് സർവ്വ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അത് നമ്മുടെ ഇവിടെ നെർവസ് സിസ്റ്റത്തെയും ബാധിക്കും. അപ്പം അതിനെയൊക്കെ ബാലൻസ് ചെയ്യാനാണ് പണ്ട് തൊട്ടേ ഈ പ്രാണി ഹീലിങ്ങുകളും റേക്കിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ശരീരത്തിൽ അഗ്നിയും ജലവും വായു ഇതിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടല്ലോ. ഇപ്പം ജലദോഷം നമുക്കുണ്ടാകുന്ന നോക്കാം. ജലത്തിൻ്റെ ദോഷം എന്ന് വെച്ചാൽ ജലം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ ഉണ്ടാകുന്ന കോൾഡ് പോലുള്ള പ്രശ്നം. ഇപ്പം ജലദോഷത്തെ നമുക്കൊന്ന് ഇല്ലാതാക്കണമെങ്കിൽ നമ്മളിപ്പോൾ ജലദോഷം വന്നാൽ ഓടി മെഡിക്കൽ സ്റ്റോറിലോട്ടാണ് വന്നത് അല്ലേ, പാരസെറ്റമോളാണ് നോക്കുക. പക്ഷെ സിമ്പിളായിട്ട് നമ്മുടെ ശരീരത്തിലൊരു മുദ്ര അപ്ലൈ ചെയ്താൽ മതി. 45 മിനിറ്റ് കൊണ്ട് ജലദോഷം പമ്പാടക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പഞ്ചഭൂതങ്ങൾ നമ്മളിങ്ങനെ കൈയെടുത്ത് കഴിഞ്ഞാൽ അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഫിംഗേഴ്സ്. ഇത് അഗ്നി, ഇത് ജലം. ജലം താഴോട്ടാണ് ഒഴുകുന്നത്, അഗ്നി മുകളിലോട്ട്. ഒരു ഇമേജ് മനസ്സിൽ കണ്ടല്ലോ. നടുക്കലത്തെ ഏറ്റവും വലുത് ആകാശം. ഓക്കെ, ഏറ്റവും വലുത് ആകാശം. അതിന് മുകളിൽ വായു, അത് താഴെ ഭൂമി. 5 തത്വങ്ങളായി. ഇനി ഒരിക്കലും രോഗിത് മറക്കില്ല. അത് ഒരു വിഷ്വൽ ബേസിലായിരിക്കണം അകത്ത് കൊണ്ടുപോകുന്നത്. അപ്പം മനസ്സിൻ്റെ ഭാഷ ഇമേജാണ്. ഇമേജിലൂടെ കൊടുത്താൽ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഇതേതാ? അഗ്നിയാ ഉണ്ടോ? കളക്ട് ചെയ്തു. കാരണം മുകളിലോട്ട്, താഴോട്ട് ജലം, ഏറ്റവും വലുത് ആകാശം, അതിന് മുകളിൽ ഭൂമി, ആകാശത്തിന് മുകളിൽ വായു, അതിന് താഴെ ഭൂമി. കിട്ടിയല്ലോ. പെട്ടെന്ന് ചോദിക്കുന്നു വിചാരിച്ചില്ല. ചിന്തിക്കാനുള്ള സമയം എന്നോട് പോയിരിക്കും, സൂക്ഷിക്കണം. എപ്പോ വേണം പറയുന്നത്. പണ്ട് ക്ലാസ് റൂമിലായിരുന്ന ഞാൻ ഇങ്ങനെ കളിച്ച് സമയം എടുത്തിട്ട് ഈ പഠിപ്പിച്ചുള്ള ശൈലി ആകുമ്പോൾ അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ പഞ്ചഭൂതങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജലം ഇതാണല്ലോ. നമ്മൾ ഈ പൈപ്പിലൂടെയൊക്കെ വെള്ളം പോകുന്ന സമയത്ത് അത് ഒഴുകി പോകാതിരിക്കാൻ മടക്കി വെക്കും ചിലപ്പോൾ, അല്ലേ? ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോകില്ലല്ലോ. എൻ്റെ എന്ന് വെച്ചാൽ ഈ ജലത്തെ ഇങ്ങനെ മടക്കുക. ഇത് അഗ്നിയാണ്. അഗ്നി കൊണ്ട് ഇതാ ഇവിടെ ലോക്ക് ചെയ്യുക, ഈ ടിപ്പിൽ. ഈ 2 വിരലും ഇതേപോലെ ഒരു 45 മിനിറ്റ് പിടിച്ചാൽ ജലദോഷം പമ്പാടക്കും. അതെ, ഈ അഗ്നി കൊണ്ട് ഈ ജലത്തെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ഒരുപാട് തത്വമുദ്രകളുണ്ട്. അതാണ് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ബുക്കിനകത്ത് നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഇത് ഒരെണ്ണം മാത്രം എക്സാമ്പിൾ പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പ്രേക്ഷകർ കേൾക്കുന്ന ഇനി അടുത്ത ഷുഗറിന് ഏതാണ്, പ്രഷറിന് ഏതാണ്, ഇതെല്ലാം പരിഹാരമുണ്ട്. അതിനകത്ത് പടം എടുക്കാൻ കൊടുത്തിട്ടുണ്ട്, മുക്തി മുദ്രകൾ എന്നാണ് അതിന്. അപ്പം അതിനകത്ത് നമുക്ക് സാർ ഒരു 10 പുസ്തകം എന്നെ തന്നപ്പോൾ ഇതൊരു ആവശ്യം വരില്ല എന്ന് വെച്ചിട്ട് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആവശ്യമുള്ളതെന്ന് വിചാരിച്ചു. ഇപ്പം എൻ്റെ എഴുതിയ ബുക്കുകളെല്ലാം ആവശ്യമുള്ള ഒരുപാട് അങ്ങനെയുള്ള ഈ പ്രേക്ഷകരിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും അവരുടെ സൊല്യൂഷനും ഒക്കെ വരുമ്പോഴാണ് ഞാനിത് ടെസ്റ്റ് ആക്കുന്നത്. കാരണം ഇന്നോ നാളെ നമ്മളീ ലോകത്തുനിന്നില്ലാതെ, എന്നാൽ ഇങ്ങനെയുള്ള നോളജുകളൊക്കെ ഇവിടെ ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തോടെ. പുസ്തകങ്ങൾ എവിടെയാണ് വാങ്ങാൻ കിട്ടുക? പുസ്തകങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഈ ബുക്ക് സ്റ്റോളുകളിൽ ഒന്നും കൊടുക്കാറില്ല, നമ്മുടെ ഡയറക്റ്റ് തന്നെയാണ്. എൻ്റെ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. ഓൺലൈനിൽ അവൈലബിൾ അല്ല. ഇനിയിപ്പോൾ ഓൺലൈനിലോട്ട് കൊടുക്കണം. എല്ലാവരും പുസ്തകങ്ങൾ ഓൺലൈനിലാണ് ചോദിച്ചത്. ഇപ്പോൾ അതിലോട്ടാകുന്നില്ല. ഇപ്പോൾ തൽക്കാലം നമ്മുടെ സെന്ററിൽ നേരിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്ന് നമ്മൾ സംസാരിച്ചത് DMIT തുടങ്ങിയാണ്. അപ്പോൾ DMIT ടെസ്റ്റിലൂടെ കണ്ടെത്തുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള മാർഗം അടുത്ത 3 പ്രൊസീജിയറിലൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കംപ്ലീറ്റ് മെൻറ്ററിങ് ഉണ്ടാവും. ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുത്തുകൊണ്ട് പോരാ, ഇവർക്ക് സംശയങ്ങളുണ്ടാകാം. അപ്പോൾ അവർ ഫോണിൽ പിന്നെ എല്ലാം നമ്മൾ സെൻറ്ററിൽ വന്നാൽ ഇത് എടുക്കേണ്ടത്. കാരണം കൊച്ചിയിലും പിന്നെ 3 മാസം കൂടുമ്പോൾ നമ്മൾ ദുബായിലും കൊടുക്കാറുണ്ട്. നമുക്ക് അവിടെ സെൻറ്ററുണ്ട്. അപ്പോൾ ഈ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് എടുക്കത്തുള്ളൂ ഇതിൻ്റെ സ്കാനിങ്ങിന്. അത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ 2 ദിവസത്തിനുള്ളിൽ അത് മെയിൽ ചെയ്ത് തരും. ഓൺലൈനിലൂടെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ കൺസൾട്ടൻസ് കൃത്യമായ രീതിയിൽ ഓരോ പേജും എങ്ങനെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇപ്പം കുറച്ച് അധികം ആൾക്കാർ യൂറോപ്യൻ കൺട്രീസിൽ അവരൊക്കെയുള്ളവർ നാട്ടിൽ വരാനായിട്ട് ഒരുപാട് വൈകുന്നവരുണ്ട്. അവർക്ക് ഓൺലൈനിൽ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഓൺലൈനിൽ അതുകൊണ്ട് ഉണ്ട് DMIT ടെസ്റ്റ്. അതിന് നമ്മളൊരു ആപ്പ് അയച്ചു കൊടുക്കും. അതിൽ അവർ പ്രിൻ്റ് എടുത്ത് നമുക്ക് അയച്ചു തരണം ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് 4 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് അവർക്ക് PDF അയച്ചു കൊടുക്കും. എന്നിട്ട് ഓൺലൈനിലൂടെ കൺസൾട്ട് ചെയ്ത് കൃത്യമായ രീതിയിൽ ഒരു വ്യക്തിയുടെ പിന്നെ മെൻറ്ററിങ് ശേഷമാണെന്ന് പറഞ്ഞാലും അവർക്കൊരു ഒരു കൺസൾട്ടേഷൻ പോലെ ഒരു ഗൈഡ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഉള്ള കാലത്ത് ഓരോ വീട്ടിലും ഒരു മെൻറ്റർ ആവശ്യമുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇതൊന്നും ആദ്യം സ്കെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തലവര കണ്ടെത്തി വെച്ചു. ഇനി അതിലേക്ക് എത്താനായിട്ട് വേണ്ട
സപ്പോർട്ട് സർവീസും കൂടെ തീർച്ചയായിട്ടും ഏത് വ്യക്തികൾക്കും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ സാധിക്കും. ഞാൻ രസകരമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഇത്രയും കാലം ഒരുപാട് പേര് വന്ന് DMIT ടെസ്റ്റ് എടുത്തിട്ടുണ്ടാവും, ഒരുപാട് പേര് എടുത്തിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും രസകരമായി തോന്നിയ ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടോ? ആളുടെ പേരൊന്നും വേണ്ട, അതിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പറയാനാണ് ഒരുപാടുണ്ട്. കാരണം വെച്ചാൽ ഇവർക്ക് ചില മൾട്ടി ടാസ്കുകളാണ്. ഒരിടത്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഇതല്ല സാറേ അതിനകത്ത് സക്സസ് ആവും. ചിലപ്പോൾ 3, 4, 5 ഏരിയകളിലൊക്കെ ഇവർ ഒരേപോലെ ഡീൽ ചെയ്യുന്നവർ പണ്ട് അവർ ഒന്നും ഇല്ലാതെ കൂട്ടമടക്കൂടെ നടന്നതാണ്. നമ്മുടെ പാത്ത് ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ അതേപോലുള്ള സെലിബ്രിറ്റികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ ഈ ടെസ്റ്റ് ഒന്നും എടുത്തിട്ടല്ല, ജന്മനാ തന്നെ അവർ ഈ സ്കില്ലിൻ്റെ പാത്തിലെത്തി. അവർ ആ തട്ടം വാഴുന്നതുകൊണ്ട്. പക്ഷെ അവർ ആ സമയത്ത് ചെയ്ത മറ്റു പല ബിസിനസ്സുകളും നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇത് പവർഫുള്ളാണ്. അവരൊക്കെ അങ്ങനെ ആക്സിഡൻറ്റലായിട്ട് ഉള്ളിലുള്ള സ്കില്ല് കണ്ടെത്തിയവരാണ് ഏത് രംഗത്തും പ്രശോഭിച്ചിരിക്കുന്നത്. പലരും ഇത് കാണാതെ പോകുന്നു, ജീവിതകാലം മുഴുവൻ ഇത് അറിയാതെ പോവുകയാണ്. മനുഷ്യന്മാർ എടുക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ഈ ഒരു മൈൻഡിൻ്റെ പവറിലൂടെ, സ്കില്ലിൻ്റെ പവറിലൂടെ എന്ത് നേടാൻ പറ്റുള്ളൂ. ഇന്നത്തെ തലമുറയിലുള്ള ഒരുപാട് കുട്ടികൾ ഇതൊന്നും അറിയാതെ നല്ല കഴിവുള്ളവരാണ്. അവർ 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിലൊക്കെ കുരുങ്ങി പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ വരാറുണ്ട്. ഒരു പേരൻസ് ഇതേപോലെ കൊല്ലം സൈഡിൽ നിന്നാണ്, കൊട്ടാരക്കര സൈഡിൽ നിന്നാണ്. ആ പയ്യൻ പൊതുവെ ബിടെക്കിനൊക്കെ ബാംഗ്ലൂർ പഠിച്ച് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ടായി, അല്പസ്വല്പം പ്രശ്നത്തിലൊക്കെ പെട്ട്. അവിടെ അറിയാതെ ബാംഗ്ലൂരൊക്കെ പോകുന്ന പല കുട്ടികൾക്കുണ്ടാകുന്ന ഇഷ്യൂസ് പോലെ ഒക്കെ പെട്ട് അവൻ നിരാശനായി നാട്ടിൽ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവൻ്റെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടാണ് അമ്മയും അച്ഛനും ആദ്യം വരുന്നത്. ഇവൻ എന്ത് ചെയ്താൽ വരില്ല, വീട്ടിന് പുറത്തിറങ്ങില്ല. കാരണം എനിക്കങ്ങ് പോയിട്ടൊന്നും കാര്യമില്ല, ആര് പറഞ്ഞാലും എപ്പോഴും നെഗറ്റീവായിട്ടേ പറയുള്ളൂ. അപ്പോൾ അവരുടെ ആ പയ്യൻ്റെ സങ്കടം വന്ന് എൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു അവനെ നേരിട്ട് കൊണ്ടുപോവാ, അത് പറ്റുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ് സാറേ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാരണം പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമാണെന്ന് പറഞ്ഞ് കൊണ്ടുപോവാ, കൂടെ വരാൻ പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ മുന്നിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് 10 മിനിറ്റ് കിട്ടിയാൽ മതി, അവൻ്റെ കണ്ണ് തുറപ്പിക്കാൻ പറ്റും. അങ്ങനെ അമ്മയ്ക്ക് സുഖമില്ല, പ്രശ്നമാണ്, ഒരു കാണണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ബൈസ്റ്റാൻഡർ മോനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുവന്നു. മുന്നേ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ക്യാഷ്വലി ചോദിച്ചു എന്തായിരുന്നു അവനക്ക് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇവൻ്റെ കഴിവിനെ പറ്റി ഞാൻ ചുമ്മാ അത് പറഞ്ഞു, ഇന്ന കഴിവുകളൊക്കെ ഉണ്ടല്ലോ. അതല്ലാതെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ന്യൂമറോളജി വെച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, അവരുടെ സ്കില്ല് മനസ്സിലാക്കി. അപ്പം എന്നോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു ഭാവി അറിയാനുള്ള സംവിധാനമുണ്ട്, ഒരു DMIT ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയയിലാണ് ശോഭിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു സാറേ ബിടെക്കിനൊക്കെ പോയിട്ട് എനിക്ക് പറ്റുന്നില്ല, ഇനി ജീവിതം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം തൽക്കാലം നമുക്കിത് നോക്കാം. അല്ലെങ്കിൽ ഗ്രാഫ് എടുത്ത് നോക്കി അവൻ്റെ ഏരിയകളെ പറ്റി അവനും കണ്ടപ്പം അവൻ്റെ ഉള്ളിൽ ആ വാസനയുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാൻ തന്നെ പഠിപ്പിക്കുന്നൊരു സംഭവമുണ്ട്, ഈ സേഫ്റ്റി ഓഫീസേഴ്സ് ട്രെയിനിങ് ഉണ്ട്. 1 മന്താണ്, 1 മാസം കൊണ്ട് തന്നെ ഇവരെ ജോലി വാങ്ങി കൊടുക്കും. അവൻ്റെ ഉള്ള സ്കില്ല് കണ്ടത് അത് ആർക്കും പ്രയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു 19 വയസ്സ് തൊട്ട് 30 വയസ്സിനിടയ്ക്കുള്ള കുട്ടികൾക്ക് ആർക്കും, ഏത് പ്രായത്തിലുള്ളവർക്കും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കലി എഫർട്ടൊന്നുമില്ല, സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം മോണിറ്റർ ചെയ്യാനുള്ള ഒരു ജോലിയാണ്. അപ്പോൾ പവർഫുള്ളാണ്, നല്ല സാലറിയും കിട്ടുന്നതാണ്. അപ്പോൾ 10ാം ക്ലാസ് തൊട്ട് മേളോട്ട് വിദ്യാഭ്യാസ യോഗ്യത ഒരുപാട് പേര് വരും. ഈ പയ്യനെ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം, ആ കോഴ്സ് നിനക്ക് ഏറ്റവും നല്ലതാണ്, ക്രെഡിബിലിറ്റി ആണ്, നീ ഒരു എഞ്ചിനീയറിംഗ് തലത്തിലായിരിക്കും പിന്നെ പോകുന്നത്. ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇവന് കൃത്യമായിട്ട് ആ ലൈനാണ് കാണുന്നത്. അപ്പോൾ തൊട്ട് അവൻ്റെ പ്രതീക്ഷ വന്നു തുടങ്ങി. അങ്ങനെ നമ്മുടെ സെൻട്രൽ 1 മന്തിൻ്റെ പ്രോഗ്രാമാണ്, ക്രാഷ് കോഴ്സാണ്. അവിടെ ഹോസ്റ്റൽ കൊണ്ട് താമസിപ്പിച്ച് പഠിപ്പിച്ച് ഇന്നിപ്പം അവൻ നല്ല ഭംഗിയായ രീതിയിൽ കോഴ്സെല്ലാം കഴിഞ്ഞ് ആദ്യം അവൻ ബാംഗ്ലൂരിലായിരുന്നു വർക്ക്, അത് കഴിഞ്ഞിട്ട് ഇപ്പം ദുബായിക്ക് ഫ്ലൈറ്റ് കയറി പേരൻസ് അടക്കം വന്ന് കണ്ണീരോടുകൂടി പറയായിരുന്നു ഇവനെ ഇതിനൊന്നും അല്ല കൊണ്ടുവന്നു, ഇവൻ്റെ സ്വഭാവം ഒന്ന് ശരിയാക്കാൻ കരിയർ മാറി. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ ഈ കരിയർ തന്നെ മനസ്സിലാക്കി അവർക്ക് പറ്റുന്ന ഉതകുന്ന തലത്തോട് നമ്മൾ ഗൈഡ് ചെയ്തു. പിന്നെ അവർ കയറിപ്പോക്കണം, കഴിവുള്ളവരാണ്, അവരുടെ കഴിവുകൊണ്ട് ഇതെല്ലാം നേടുന്നത്. പക്ഷെ അതേതാണെന്ന് നമ്മളത് കാട്ടിക്കൊടുക്കുന്നു. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ടാലൻറ്റ് എന്താണ് എന്ന് അറിഞ്ഞു വെക്കുന്നത് ഏറ്റവും മികച്ച കാര്യമാണ്. അപ്പോൾ എന്തായാലും ജയപ്രകാശ് സാറിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു.